താൻ ആരോ ആകുന്നു എന്നുള്ള ഭാവത്തിൽ മനുഷ്യർ ജീവിതമാകുന്ന നാടകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അഭിനയിക്കുന്നു. എവിടെയാണ് ഈ മനുഷ്യൻ പോകുന്നത്? അവൻ ചെയ്യുന്നതിൽ നിന്നും അവന് വാസ്തവത്തിൽ കിട്ടുന്നതെന്താണ്? ഇതിനൊന്നിനും ഉത്തരമില്ല. ചില ആളുകൾ ഇതിൻ്റെ എല്ലാം നിഷ്പ്രയോജനത്തെ കാണുകയും ഇനി ജീവിച്ചിട്ട് പ്രയോജനമില്ല എന്ന് ചിന്തിച്ച് തൻ്റെ ജീവനെ എടുത്തു കളയുകയും ചെയ്യുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവസന്ദേശത്തിൻ്റെ യെശയ്യാ പുസ്തകത്തിൻ്റെ പഠനത്തിലേക്ക് സ്വാഗതം. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളിൽ ഏറ്റവും ഉന്നതമായ ഒന്നാകുന്നു ദൈവം ഏകനാകുന്നു എന്നുള്ളത്. ഏകദൈവമല്ലാതെ ദൈവമില്ല. ദേവന്മാരെന്ന് പേരുള്ളവർ ആകാശത്തിലോ ഭൂമിയിലോ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. എൻ്റെ പ്രവൃത്തികളെ നോക്കി എന്നെ വിലയിരുത്തുവീൻ എന്നാകുന്നു സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആ അതുല്യതയെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. യെശയ്യാ പ്രവചനം 41 42 അധ്യായങ്ങൾ. യെശയ്യാ പ്രവചനം 40 അധ്യായം വരെ നാം കണ്ടു കഴിഞ്ഞു. 41 അധ്യായത്തിലും 40 അധ്യായത്തിലെ പ്രധാന ചിന്തയായ ദൈവത്തിൻ്റെ ഔന്നത്യം നാം കാണുന്നു. ഇവിടുത്തെ ഊന്നൽ ദൈവത്തെ സൃഷ്ടാവായി കാണിക്കുന്നതിലുപരി അവന് മനുഷ്യനോടുള്ള ഇടപെടലാകുന്നു. ദൈവത്തിൻ്റെ വലിമ സൃഷ്ടിയിലും മനുഷ്യ ചരിത്രത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ദുർഗ്രാഹ്യമായ ചില കാര്യങ്ങൾ കൂടി ഈ അധ്യായത്തിലുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവചനത്തിൻ്റെ ഒരു ചെറിയ രൂപരേഖ മാത്രമേ ഉള്ളൂ എന്ന് തോന്നാം. എന്നാൽ ഇവിടുത്തെ ചിന്ത അപകടങ്ങളും കണികളുമുള്ള ഈ ലോകത്തിലൂടെ ദൈവം തനിക്ക് സ്വന്തമായവരെ സംരക്ഷിച്ചു വഴി നടത്തും എന്നതത്രേ. അതുകൊണ്ട് ഇവിടെ ദൈവപൈതലിന് സമാധാനമുണ്ട്, സുരക്ഷിതത്വമുണ്ട്. 41 അധ്യായത്തിൻ്റെ 1 വാക്യം ഞാനിപ്പോൾ വായിക്കാം. യെശയ്യാ പ്രവചനം 41 അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുമല്ലോ. 1 വാക്യം: ദ്വീപുകളെ എൻ്റെ മുമ്പിൽ മിണ്ടാതെ ഇരിപ്പീൻ, ജാതികൾ ശക്തിയെ പുതുക്കട്ടെ, അവർ അടുത്തു വന്ന് സംസാരിക്കട്ടെ, നാം തമ്മിൽ ന്യായവാദം ചെയ്യുന്നതിന് അടുത്തു വരിക. ലോകത്തിലെ സകല വ്യക്തികളും ന്യായവിധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ന്യായവിധി വരുവാൻ പോകുന്നത് വെളിച്ചവും ഇരുളും തമ്മിലും ദൈവവും സാത്താനും തമ്മിലും വിശ്വാസവും അവിശ്വാസവും തമ്മിലുമാണ്. താൻ വാഗ്ദാനം ചെയ്യുന്ന രക്ഷ അംഗീകരിക്കുവാനായി തങ്കലേക്ക് തിരിയുവാൻ ദൈവം വ്യക്തികളെ ഇപ്പോൾ വിളിക്കുകയാണ്. ദൈവം സൗഹാർദ്ദമുള്ളവനാണ്. അവിടുന്ന് താങ്കളിൽ നിന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. താൻ വാഗ്ദാനം ചെയ്യുന്ന കൃപയും രക്ഷയും അംഗീകരിക്കുവാൻ മാത്രമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. 2 വാക്യം: നാം തമ്മിൽ ന്യായവാദം ചെയ്യുന്നതിനടുത്തു വരിക, ചെല്ലുന്നിടത്തൊക്കെയും നീതി എതിരേൽക്കുന്നവനെ കിഴക്ക് നിന്നുണർത്തിയതാർ. അവൻ ജാതികളെ അവൻ്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ രാജാക്കന്മാരുടെ മേൽ വാഴുമാറാക്കുകയും ചെയ്യുന്നു. അവരുടെ വാളിനെ അവൻ പൊടി പോലെയും അവരുടെ വില്ലിനെ പാറിപ്പോകുന്ന താളടി പോലെയും ആക്കിക്കളയുന്നു. കിഴക്ക് നിന്നുള്ള നീതിമാനായ മനുഷ്യന്, അത് നാം ഇവിടെ വായിച്ചല്ലോ, ഇത് ശക്തമായ ഒരു അവതരണമാകുന്നു. കോരശ് രാജാവിനെക്കുറിച്ച് പരോക്ഷമായി പറയുന്നതാണ് ഇത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കോരശിൻ്റെ പേര് പറഞ്ഞ് പിന്നീട് സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ അതല്ല. ഇവിടെ നമ്മുടെ മലയാളത്തിലെ തർജ്ജിമയാണ് കുറേ കൂടെ ശരി. നീതി എന്നുള്ള പദം ഗുണത്തെ കാണിക്കുന്നതാണ്. തൻ്റെ മടങ്ങിവരവിൽ ക്രിസ്തു ഭൂമിയിൽ സ്ഥാപിക്കുന്നതായ നീതിയോടുകൂടിയ ഭരണത്തിൻ്റെ ഒരു സൂചനയാകും ഈ വാക്യം.
ഈ ചിന്ത ഈ ഭാഗത്ത് ഉയർന്നു വരുന്നതായി നാം കാണുന്നുണ്ട്. 6-ാം വാക്യം, അവർ അന്യോന്യം സഹായിച്ചു, ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്ക എന്ന് പറഞ്ഞു. ദൈവം മനുഷ്യൻ്റെ തെറ്റ് തിരുത്തുവാനും അനീതി നീക്കുവാനും വരുന്നതിനാൽ ദൈവത്തോട് ശരിയായ ബന്ധത്തിലുള്ള വ്യക്തികൾക്ക് ധൈര്യമായിരിക്കുവാൻ കഴിയും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ചെറിയ മനുഷ്യർക്ക് ആശയ്ക്ക് വഴിയുണ്ടെന്ന് ചുരുക്കം. ഭാവിയെ ഓർത്ത് അവൻ ഭാരപ്പെടേണ്ടതില്ല. ഇനിയും 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും വിഗ്രഹാരാധനയുടെ ഒരു സൂചന ഇവിടെ നമുക്ക് ലഭിക്കുന്നു. 7-ാം വാക്യം, അങ്ങനെ ആശാരി തട്ടാനെയും കൊല്ലൻ കൂടം തട്ടുന്നവനെയും ധൈര്യപ്പെടുത്തി, കൂട്ടി വിളിക്കുന്നത് ചേലായി എന്ന് പറഞ്ഞ് ഇളകാതെ ഇരിക്കേണ്ടതിന് അവൻ അതിനെ ആണികൊണ്ട് ഉറപ്പിക്കുന്നു. അടിയന്തരമായി ചില വ്യക്തികൾ കൂടം കൊണ്ട് അടിച്ച് ഒരു ദൈവത്തെ ഉണ്ടാക്കി, അതായത് താൽക്കാലികമായ ഒരു വിഗ്രഹമുണ്ടാക്കി. എന്നാൽ ഇപ്പോൾ ദൈവം പറയുന്നു 8-ാം വാക്യത്തിൽ, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ. ഇപ്പോൾ ദൈവം ഇസ്രായേലിലേക്ക് തിരിഞ്ഞ് അവരുടെ സങ്കടത്തിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ദൈവം പറയുന്നത്, കൂടം കൊണ്ട് അടിച്ചൊരു വിഗ്രഹത്തെ ഉണ്ടാക്കുന്നതിന് പകരം എന്തുകൊണ്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിയുന്നില്ല എന്നാണ്. നാം പാപികളാണെന്ന് ദൈവത്തിനറിയാമല്ലോ. അവൻ ഇപ്പോഴും അവരെ യാക്കോബേ എന്നാണ് വിളിക്കുന്നത്. യാക്കോബ് എന്നാൽ വളഞ്ഞവൻ, കുതികാലിൽ പിടിക്കുന്നവൻ എന്നൊക്കെയാണല്ലോ സൂചന. ദൈവമാണ് അവനെ ദൈവത്തോടു കൂടെയുള്ള ഒരു പ്രഭുവാക്കിയത്. യാക്കോബിൻ്റെ മക്കൾക്കും അതുതന്നെ ചെയ്യുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ഈ ഭാഗത്ത് വ്യക്തമാണ്. അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ് വിളിച്ചത്. തന്നോടുള്ള ഒരു ശരിയായ ബന്ധത്തിൽ ഈ ജനങ്ങളെ കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എത്ര ആശ്വാസകരമായ വാക്യങ്ങളില്ലേ? ഇത്ര നല്ല വാഗ്ദത്തം അറിഞ്ഞ ഒരു വ്യക്തി എങ്ങനെ ദൈവത്തെ മറന്ന് ജീവിക്കും? എല്ലാ കാലത്തുമുള്ള ദൈവമക്കൾക്ക് ഈ വാക്യം ഒരു ശരിയായ തൂണും ശക്തിയും ആശ്വാസത്തിനുള്ള ഉപാധിയുമായിരുന്നിട്ടുണ്ട്. ഈ ജനം ദൈവത്തെ മറന്ന് മാറിപ്പോയപ്പോഴും ദൈവം അവരെ കൈവിടാതെ നിരസിച്ച് കളയാതെ ചേർത്തുകൊണ്ടു. ദൈവം അരുളി ചെയ്യുന്നത് ഭയപ്പെടേണ്ട എന്നത്രേ. നാം ഭയപ്പെടാതിരിക്കുവാനുള്ള പല കാരണങ്ങൾ പ്രവാചകൻ ഇവിടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അവൻ പറയുന്നു, ദൈവം കൂടെയിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. ദൈവം നമ്മെ ശക്തീകരിക്കുകയും സഹായിക്കുകയും താങ്ങുകയും ചെയ്യും. എത്ര അത്ഭുതകരമായ വാഗ്ദത്തം അല്ലേ? മുൻപോട്ട് പോകുമ്പോൾ പ്രവാചകൻ പറയുന്നത്, അവർ ദൈവത്തെ എതിർത്തെന്നാൽ അതിനോളം ഭോഷത്വം വേറെ ഒന്നുമില്ല എന്നത്രേ. കാരണം ഈ കാര്യങ്ങളെല്ലാം അംഗീകരിക്കേണ്ട ഒരു ദിവസത്തേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. തന്നിൽ ആശ്രയിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപയോടുകൂടിയ ആഹ്വാനം നാം ഇവിടെ കാണുന്നു. എത്ര വലിയ ആശ്വാസമാണിതല്ലേ? നമ്മെ ശക്തീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവനോട് ചേർന്ന് നടക്കുന്ന നാം ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ചേർന്ന് നടക്കുവാനും അവനെ അറിയുവാനും അവനോട് കൂട്ടായ്മ ആചരിപ്പാനും നമ്മെ സഹായിക്കേണ്ടതിന് അവൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മനുഷ്യവർഗത്തിന് നഷ്ടപ്പെടുന്നത് എത്ര വലിയ അനുഗ്രഹമാണെന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ.
ചില ആളുകൾക്ക് സഭാപ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് തന്നെ ഇത്, അതായത് ഈ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളയാവുന്നതാണ്. ഇത് വലിയ അനുഗ്രഹങ്ങളെ കൈവിട്ടുകൊണ്ടാണ് അനേകരും ആശ്രയിക്കുവാൻ ഒരിടമില്ല എന്ന് ചിന്തിച്ച് വലയുന്നത്. ജീവിതം ആസ്വദിക്കുന്നതിന് പകരം ഇവിടെ തന്നെ ഒരു നരകമുണ്ടാക്കി ജീവിതം നശിപ്പിക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുകയാണ്. സകല ആശ്രയസ്ഥാനങ്ങളും മാറിയാൽ പോലും മാറാത്തവനാകുന്നു നമ്മുടെ കർത്താവ്. അവനാണ് നമ്മുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നത്. നാം അവൻ്റെ കൈക്ക് പിടിക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ കാൽ വഴുതുമ്പോൾ കൈവിട്ടുപോയേനെയും. എന്നാൽ ഇത് നമ്മുടെ കാൽ വഴുതിയാലും അവിടുന്ന് കൈവിടുകയില്ല. അവൻ നമ്മെ തൂക്കിയെടുത്തുകൊള്ളും. അതിനവൻ ശക്തനാണ്. കാരണം അവനാണ് നമ്മുടെ കൈകളിൽ പിടിച്ചിരിക്കുന്നത്. അവൻ്റെ കരങ്ങൾ ശക്തമാണ്. ആ കരങ്ങൾ നമ്മെ പിടിച്ചിട്ടുണ്ട്, മറന്നു പോകരുത്. താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയി ദൈവത്തെ നിന്ദിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ പറയട്ടെ, അവിടുന്ന് താങ്കളെ കൈവിടില്ല. കാരണം അവിടുന്ന് പിതാവാണ്, നമ്മുടെ സ്നേഹവാനായ ദൈവം. 14 വാക്യം നോക്കിക്കാട്ടെ. അടുത്ത ഒരു മനോഹരമായ വാക്യം. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഒരുപക്ഷെ താങ്കൾ ചിന്തിക്കുന്നുണ്ടാകും താങ്കൾ ആരോ ആകുന്നു എന്ന്. എന്നാൽ ഞാൻ പറയട്ടെ സുഹൃത്തെ, ഒന്നുമല്ലാത്തതുപോലെ മാത്രമാണ് നാം ഓരോരുത്തരും. നമ്മിൽ ആരെയെങ്കിലും പ്രധാനപ്പെട്ടതാക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. മനുഷ്യനെ ആരെങ്കിലും ആക്കുവാൻ ദൈവത്താൽ മാത്രമേ കഴിയൂ. താൻ ആരോ ആകുന്നു എന്നുള്ള ഭാവത്തിൽ ഈ ചെറിയ മനുഷ്യൻ ജീവിതമാകുന്ന നാടകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നഭിനയിക്കുന്നു. എവിടെയാണ് ഈ മനുഷ്യൻ പോകുന്നത്? അവൻ ചെയ്യുന്നതിൽ നിന്ന് അവന് വാസ്തവത്തിൽ കിട്ടുന്നത് എന്താണ്? ചില ആളുകൾ ഇതിൻ്റെ എല്ലാം നിഷ്പ്രയോജനത്തെ കാണുകയും തൻ്റെ സ്വന്തം ജീവനെ എടുത്തു കളയുകയും ചെയ്യുന്നു. വേറെ എവിടെ അവർക്ക് പോകുവാൻ സാധിക്കുമെന്ന് അവർക്കറിയില്ല. മനുഷ്യന് തിരിയുവാൻ കഴിയുന്ന ഒരേ ഒരിടം ദൈവത്തിങ്കിലേക്ക് മാത്രമാണ്. മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്നത് എത്ര വലിയ അവസരങ്ങളും അനുഗ്രഹങ്ങളും അനുഭവങ്ങളുമാണെന്ന് ഓർക്കണം. ദൈവത്തോടുള്ള കൂട്ടായ്മ, അവിടുത്തെ രക്ഷ, അവിടുത്തെ നന്മ, അവിടുത്തെ കൃപ, ഇതെല്ലാം നമ്മുടേതാകുവാൻ, നിങ്ങളുടേതാകുവാൻ അവങ്കിലേക്ക് തിരികെ മാത്രമാണ് ചെയ്യേണ്ടത്. വിശ്വാസത്തോടെ മനഃപൂർവ്വമായി അവങ്കിലേക്ക് തിരിയുക. തുടർന്ന് പ്രവാചകൻ സഹസ്രാബ്ദത്തിലെ ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ അവിടെ കാണും ഇപ്പോൾ നമുക്ക് ലഭ്യമായുള്ള ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിത്യതയിൽ ലഭിക്കുന്നവയെക്കുറിച്ചും നിങ്ങളോടും എന്നോടും സംസാരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ കൈവിടുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അവിടുന്ന് തങ്ങൾ ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇനി നമുക്ക് 41 അധ്യായത്തിൻ്റെ 21 വാക്യത്തിലേക്ക് വരാം. നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവീൻ എന്ന് യഹോവ കൽപ്പിക്കുന്നു, നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പിൻ എന്ന് യാക്കോബിൻ്റെ രാജാവ് കൽപ്പിക്കുന്നു. ഇത് വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്. ആരാണ് ഒരു വിഗ്രഹാരാധി? ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ ഒരു വിഗ്രഹാരാധി ആകുവാൻ സാധ്യതയുണ്ടെന്ന് താങ്കൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ആത്മാവിനും ദൈവത്തിനും മധ്യേ നിങ്ങൾ ഇടുന്നതെല്ലാം നിങ്ങളുടെ വിഗ്രഹമാകുന്നു. അത് എന്തു തന്നെയായിരുന്നാലും വിഗ്രഹമാകുന്നു. നിങ്ങളുടെ സമയമാകാം, നിങ്ങളുടെ ശക്തിയാകാം, നിങ്ങൾ നൽകുന്നതെന്തും ആകാം. അതെ, അത് താങ്കളുടെ മതമാകാവുന്നതാണ്. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ സ്ഥാനം എടുക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതെല്ലാം നിങ്ങളുടെ വിഗ്രഹമാകും. ചിലർക്കത് ചില സ്വഭാവങ്ങളാകാം, ചില ശീലങ്ങളാകാം, ചില പ്രത്യേക വ്യക്തികളോടുള്ള താല്പര്യമാകാം, പണമാകാം, പദവിയാകാം, അധികാരഭ്രമമാകാം, സുഖിക്കുവാനുള്ള അമിത വാഞ്ചയാകാം. അങ്ങനെ താങ്കൾക്ക് ഇതൊക്കെ വിഗ്രഹങ്ങളാക്കി കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ്. അതേസമയം തന്നെ ഏതെങ്കിലും രൂപത്തെ ഉണ്ടാക്കി അതിനെ ദൈവമായി ആരാധിക്കുന്നതും വിഗ്രഹമാകുന്നു. വിഗ്രഹങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്താണ്?
പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അവയ്ക്ക് എന്തെങ്കിലും പറയുവാൻ കഴിയുമോ? പരിണാമ സിദ്ധാന്തം നൽകുന്ന വിശദീകരണത്തിൽ താങ്കൾ ഇന്ന് സന്തുഷ്ടനാണോ? വളരെയേറെ വിശദീകരണങ്ങളുണ്ട്. എന്നാൽ ദൈവം പറയുന്നത് അവയെ എല്ലാം കൊണ്ടുവരുവീൻ എന്നത്രേ. ഞാൻ ഇനി 22-ാം വാക്യം വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. സംഭവിപ്പാനുള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ. നാം വിചാരിച്ച് അതിൻ്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നിന്നവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ, അല്ലെങ്കിൽ സംഭവിപ്പാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. മനുഷ്യന് തൻ്റെ ഉൽപ്പത്തിയോ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയോ അറിയില്ല. അവൻ അറിയില്ല എന്നതാണ് ലളിതമായ മറുപടി. അവൻ ഏത് സിദ്ധാന്തമാണ് അനുഗമിക്കുന്നത്, ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, അവൻ അറിയില്ല ഇതിൻ്റെയൊക്കെ ഉൽപ്പത്തി എന്താണ്, എവിടെയാണ് എന്ന്. അടുത്ത 50 വർഷത്തിനുള്ളിൽ പരിണാമ സിദ്ധാന്തക്കാർ തടി തപ്പുവാൻ ശ്രമിക്കുമെന്ന് ഞാൻ അങ്ങ് പറയുകയാണ്. കാരണം പരിണാമ സിദ്ധാന്തം തകർന്നടിഞ്ഞു കിടക്കുന്ന അനേകം സിദ്ധാന്തങ്ങളുടെ പെരുവഴിയിലെ ഒരു സിദ്ധാന്തം മാത്രമാകും. അവയുടെ ആരംഭത്തിൽ ശാസ്ത്രീയമെന്ന് പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള അനേകം സിദ്ധാന്തങ്ങൾ ഇന്ന് പൊട്ടി തകർന്നിരിക്കുന്നതായി കാണാവുന്നതാണ്. ഇതൊക്കെ വെറും ഊഹാപോഹമാണ്. അതുപോലെ പരിണാമ സിദ്ധാന്തവും പൊട്ടുന്നതാണ്. അന്നേരം പിന്നെ മനുഷ്യർ മറ്റൊരു സിദ്ധാന്തത്തിലേക്ക് തിരിയും. തൻ്റെ ഉൽപ്പത്തിയോ ഭാവിയോ മനുഷ്യൻ അറിയില്ല. മനുഷ്യൻ ഒരു അജ്ഞനായ ജീവിയാണെന്ന് ഞാൻ പറയുകയാണ്. തങ്ങൾ ഏതാണ്ടാകുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന് ഇത് ദഹിക്കില്ല എന്നെനിക്കറിയാം. താങ്കൾക്ക് എത്ര കുറച്ച് അറിവ് മാത്രമാണ് ഉള്ളത് എന്ന് എപ്പോഴെങ്കിലും താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? വലിയ ആളാണെന്നൊക്കെ ചിന്തിച്ചുകൊള്ളൂ. എന്നാൽ ആത്മാർത്ഥമായി സ്വയം ഒന്ന് വിലയിരുത്തുന്നവർ തങ്ങളുടെ അറിവില്ലായ്മ സമ്മതിക്കാതിരിക്കുകയില്ല. ഈ ഒട്ടും അറിയാൻ പാടില്ലാത്തവർക്കാണ് ഒരുപാട് അറിയാമെന്ന ചിന്തയെന്ന് ഞാൻ പറഞ്ഞാൽ സത്യമല്ലേ? വലിയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരിക്കെ, ഉന്നത ബിരുദങ്ങൾ സമ്പാദിച്ചിരിക്കെ വളരെ കുറച്ച് മാത്രമേ അറിയൂ എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ എത്രയോ ഉന്നതന്മാരാണ്. തൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചോ താൻ എവിടേക്ക് പോകുന്നു എന്നതിനെക്കുറിച്ചോ ഉള്ള അറിവ് യാതൊരു വിഗ്രഹത്തിനും അവന് കൊടുക്കുവാൻ കഴിയില്ല. ആയതിനാൽ അതിനുള്ള മറുപടി കൊടുക്കുവാൻ കഴിയുന്നവങ്കിലേക്ക് തിരിയുന്നതാണ് എപ്പോഴും നല്ലത്. അവിടുന്ന് സകലത്തിൻ്റെയും ഉത്തരം നൽകും എന്ന് ഇതിനർത്ഥമില്ല. എന്നാൽ സകലവും അറിയാവുന്നവനെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എനിക്ക് വ്യക്തിപരമായി അറിയുവാൻ പാടില്ലാത്ത അനേകം കാര്യങ്ങളുണ്ട്, ഗ്രഹിക്കുവാനും കഴിയില്ല. എന്നാൽ സകലവും അറിയാവുന്ന ഒരുവനെ എനിക്കറിയാം. എനിക്കറിയേണ്ട എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ദൈവം എന്നോടത് പറയും. ഞാൻ ഇനി 24-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. നിങ്ങൾ ഇല്ലായ്മയും നിങ്ങളുടെ പ്രവൃത്തി നാസ്തിയും ആകുന്നു. നിങ്ങളെ വരിക്കുന്നവൻ കുൽസിതനത്രേ. മനുഷ്യന് തൻ്റെ ഭൂതകാലം വിശദീകരിക്കുവാൻ കഴിയുകയില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയില്ല. ദൈവത്തെ കൂടാതെ അവൻ്റെ ഭാവിയും മനുഷ്യൻ്റെ ഭാവിയും അവൻ അറിയുവാൻ കഴിയില്ല. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യൻ്റെ പ്രയത്നങ്ങളെല്ലാം പാഴ്വേലയാകുന്നു. അത് ശൂന്യമാണ്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി ക്രിസ്തുവിങ്കൽ മാത്രമാണ്. 29-ാം വാക്യം കൂടി ഞാൻ വായിക്കാം. അവരെല്ലാവരും വ്യാജമാകുന്നു, അവരുടെ പ്രവർത്തികൾ നാസ്തിയത്രേ, അവരുടെ വിഗ്രഹങ്ങൾ കാറ്റും ശൂന്യവും തന്നെ. ശൂന്യം, ചിന്താക്കുഴപ്പം. ദൈവത്തെ കൂടാതെയുള്ളതോ ദൈവത്തിനെതിരായുള്ളതോ ആയ ഏതൊരു സിദ്ധാന്തത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും ഫലമാകുന്നു ശൂന്യത, ചിന്താക്കുഴപ്പം, കൺഫ്യൂഷൻ. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള മറുപടി അതിനില്ല. ഈ മനുഷ്യനിർമ്മിതങ്ങളായ സമ്പ്രദായങ്ങൾ മനുഷ്യഹൃദയത്തെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. മഹാസന്തോഷം നൽകുന്നവനിൽ മാത്രമാണ് അതിനുള്ള ഉത്തരം എന്ന് മറക്കരുത്. 42-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ യഹോവയുടെ ദാസൻ എന്ന് ഇവിടെ യേശുക്രിസ്തുവിനെയും ഇസ്രായേൽ ജനത്തെയും വിളിച്ചിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. വിഗ്രഹാരാധനയ്ക്കെതിരായും യെശയ്യാവ് 42-ാം അധ്യായത്തിൽ സംസാരിക്കുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശുവിനെ യഹോവയുടെ ദാസൻ എന്ന് വിളിച്ചിട്ടുണ്ട്, അറിയാമല്ലോ. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന് മർക്കോസ് 10:45 നാം വായിക്കുന്നു. ഇനിയും 42-ാം അധ്യായം, യെശയ്യാപ്രവചനം 42-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ,
ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്നാണ് 1-ാം വാക്യത്തിൽ പറയുന്നത്. 3-ാം വാക്യം യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോഴത്തെ അവൻ്റെ ജീവിതം, അവൻ്റെ ശുശ്രൂഷ എന്നിവയെ വെളിപ്പെടുത്തുന്നു. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല. യേശുക്രിസ്തു പാപത്തിനെതിരായി പോരാടുവാൻ ഒരു സംഘടനയൊന്നും ഉണ്ടാക്കിയില്ല. പാപം അതിൻ്റെ തന്നെ ശിക്ഷാവിധി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് യേശു ചിന്തിച്ചത്. പുകയുന്ന തിരി അവൻ കെടുത്തു കളയുകയില്ല. പാപത്തിൽ തുടർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവസാനം അത് തീജ്വാലയായി അവനിൽ വ്യാപിക്കുന്നത് കാണും, അവനെ നശിപ്പിക്കുന്നത് കാണും. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. എല്ലായ്പ്പോഴും പാപത്തിൻ്റെ ശമ്പളം മരണം തന്നെയാണ്. അതിന് മാറ്റം വരുത്തുവാൻ ആർക്കും കഴിയുകയില്ല. മാറ്റപ്പെടാത്ത ദൈവിക നിയമമാണിത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തോടാണ് ഇന്ന് അനേകർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. 6ഉം 7ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായി ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിൻ്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. കർത്താവായ യേശുക്രിസ്തു 1-ാമത് ഭൂമിയിൽ വന്നപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിശയം പ്രവർത്തിച്ചു. അവൻ ലോകത്തിൻ്റെ വെളിച്ചമായി വന്നു. വൃദ്ധനായ ശിമയോൻ അന്ന് യേശുക്കുഞ്ഞിനെ കണ്ടപ്പോൾ ആ ദേവാലയത്തിൽ വെച്ച് പ്രവചിച്ചത് ഇപ്രകാരമാണ്: ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ ഈ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. യേശു ലോകത്തിൻ്റെ വെളിച്ചമായി വന്നു. യേശു തന്നെ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന്. വീണ്ടും ഇവിടെ യെശയ്യാവ് വിഗ്രഹാരാധനയ്ക്കെതിരായി സംസാരിക്കുന്നു. ദൈവം തൻ്റെ മഹത്വം ആരുമായും പങ്കുവയ്ക്കുകയില്ല. ദൈവം മഹത്വത്തിനും സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനാണ്. അതുകൊണ്ട് നാം അവനെ മാത്രം ആരാധിക്കുവാൻ കടപ്പെട്ടവരാണ്. തുടർന്ന് യെശയ്യാവ് വിഗ്രഹാരാധനയുടെ കാഠിന്യത്തെയും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ന്യായവിധിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ഞാൻ മലകളെയും കുന്നുകളെയും ശൂന്യമാക്കി അവയുടെ സസ്യങ്ങളെയെല്ലാം ഉണക്കിക്കളയും. ഞാൻ നദികളെയും ദ്വീപുകളാക്കും, പൊയ്കകളെ വറ്റിച്ചു കളയുമെന്ന് 42-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ജീവനുള്ള സത്യദൈവത്തെ ത്യജിച്ച് മറ്റുള്ളവയിലേക്ക് പോകുന്നത് അപകടകരമായ കാര്യം ആകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഭൗതിക ഭൂമി അവൻ്റെ ന്യായവിധിക്കിരയായിത്തീരും. തുടർന്ന് 16-ാം വാക്യത്തിൽ ദൈവം തനിക്കുള്ളവരെ നടത്തുന്ന വിധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാനും നിങ്ങളും ഭാവിയെക്കുറിച്ച് അന്ധരാണ്, അറിവില്ലാത്തവരാണ്. എന്നാൽ ദൈവം അങ്ങനെയല്ല. തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ നയിക്കും. വിഗ്രഹാരാധികളായവർക്ക്, അതെ, സത്യദൈവത്തെ ത്യജിച്ച് കളയുന്നവർക്ക് ശിക്ഷാവിധി വരുവാൻ പോകുന്നു എന്ന് നാം ഇവിടെ കാണുന്നു. ഇനി 19 മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജാതിയെയാണ് യഹോവയുടെ ദാസൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 19-ാം വാക്യം ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. എൻ്റെ ദാസനല്ലാതെ കുരുടനാർ, ഞാൻ അയക്കുന്ന ദൂതനെപ്പോലെ ചെകിടനാർ, എൻ്റെ പ്രിയനെപ്പോലെ കുരുടനും യഹോവയുടെ ദാസനെപ്പോലെ അന്ധനുമായവൻ ആർ. തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലാണ് കുരുടനായ ദാസൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ജാതി മോഷ്ടിച്ചും കവർന്നും പോയ ഒരു ജനമാകും. അവർ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വിഗ്രഹങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണ് അവർക്ക് അപ്രകാരം സംഭവിച്ചത്. ഈ ജനം ഇസ്രായേൽ ജാതിയാണെന്ന് 24-ാം വാക്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവം അവരെ ചിതറിച്ച് കളഞ്ഞു. എന്നാൽ വീണ്ടും കൂട്ടിച്ചേർക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ കുറ്റം എന്തായിരുന്നു? ദൈവം ചെയ്ത അതിശയങ്ങളും അത്ഭുതങ്ങളും വിടുതലും കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ ദൈവകൽപ്പനകളെ ലംഘിച്ചു. അവർ സത്യദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു. അവനോട് പാപം ചെയ്തു. ദൈവത്തെ ഉപേക്ഷിച്ച് അവർ വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു.
അവിടുത്തെ ന്യായപ്രമാണം അവർ അനുസരിച്ചിട്ടുമില്ല. ദൈവം അവരെ പല വിധത്തിൽ ശിക്ഷിച്ചിട്ടും അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല എന്നാണ് 25-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം തൻ്റെ ഉഗ്രകോപവും യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നു. അത് അവരുടെ ചുറ്റും ജ്വലിച്ചിട്ടും അവർ അറിഞ്ഞില്ല. അതവരെ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല. ദൈവത്തോട് മറുതലിക്കുന്നവരോട് ദൈവം പല വിധത്തിൽ ഇടപെടും. വിവിധ മുഖാന്തരങ്ങളിൽ കൂടി ദൈവം അവരോട് സംസാരിക്കും. ചിലർ ദൈവകോപം മനസ്സിലാക്കി തെറ്റായ വഴി വിട്ടുമാറും. എന്നാൽ അനേകം ആളുകൾക്കും ദൈവം കൊടുക്കുന്ന മുന്നറിയിപ്പുകളോ ശിക്ഷയോ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അവർ തങ്ങളുടെ പഴയ വഴികളിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ആപത്തിലേക്ക് ചാടിപ്പോകുന്ന ഈ ജനം ജീവനുള്ള സത്യദൈവത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഇസ്രായേൽ ജനം കവർച്ചയും കൊള്ളയുമായി പോയി എന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിടുവിക്കുവാനും കരുതുവാനും പരിപാലിക്കുവാനും കഴിയുന്ന ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരികയാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഉദ്ദേശത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് പാപമാണ്. കുറ്റങ്ങളെയും പാപങ്ങളെയും മനസ്സിലാക്കി അനുദപിച്ച് ദൈവ വഴിയിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാകുന്നു എന്നത്ര ഇവിടെ പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, താങ്കൾ ഇന്ന് ദൈവ വഴിയിലാണോ ജീവിക്കുന്നത്? ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലാണോ താങ്കൾ താങ്കളുടെ ജീവിതത്തെ നയിക്കുന്നത്? താങ്കളുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാണോ? ഇസ്രായേൽ ജനം ചെകിടരും കുരുടരുമായിരുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുന്നതിനോ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതിനോ അവർക്ക് കഴിഞ്ഞില്ല, അതിന് മനസ്സുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളവരെ വിടുവിക്കുവാനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വെളിച്ചമായി വന്നത്. ആ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ പകർന്നിട്ടുണ്ടോ? അത് ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതിന് തയ്യാറാണോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവിടുത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. അതെ, ക്രിസ്തുവിലാകുന്നു ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവം താങ്ങുന്ന, ദൈവത്തിൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിനെ വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസനെ ശ്രദ്ധിച്ചു നോക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.